വളരെ വലിയ ദൗർഭാഗ്യകരമെന്ന് തന്നെ പറയട്ടെ. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഹമാസിനെയും ഹൂത്തികളെയൊക്കെ പോലെയുള്ള സകല ഭീകര സംഘടനകളെയും പരസ്യമായി പിന്തുണക്കുന്ന ആളുകൾ. ഇവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് വളരെ വലിയ ഭീഷണി തന്നെയാണ്. നമുക്കൊക്കെ തന്നെ അറിയാം, ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിൽ നമ്മുടെ രാജ്യം വരെ ഇന്ന് ഉൾപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഹമാസിന് പൂർണ്ണ പിന്തുണ കൊടുത്തിട്ട് ഭീകര സംഘടനയായിട്ടുള്ള, അതായത് ഇറാൻ്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഹൂത്തി ഭീകര സംഘടനയും ഈ ഹമാസിന് പൂർണ്ണ പിന്തുണ കൊടുത്തിട്ട് ചെങ്കടലിലുള്ള ഈ കപ്പലുകളെ, വ്യാപാര കപ്പലുകളെ, ചരക്ക് കപ്പലുകളെയൊക്കെ ആക്രമിക്കുന്നുണ്ട് ഹൂത്തികൾ വ്യാപകമായിട്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഹമാസിനെ പിന്തുണക്കുന്ന മീഡിയ ഫണ്ട് ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇന്ന് കേരളത്തിൽ ഹൂത്തികളെയാണ് നിരന്തരം പിന്തുണച്ച് മുന്നോട്ട് പോകുന്നത്. ഈ ഹൂത്തികൾ ചെയ്യുന്ന ഓരോ ഭീകര പ്രവർത്തനങ്ങളും കണ്ട് വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതേ ഹൂത്തികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന, ഈ സൗദിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരുന്ന ചരക്ക് കപ്പലിനെയും ഈ ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം ഹൂത്തികൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പുറത്തു വരുന്നത്, ഈ ഇസ്രായേലുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് ഈ കപ്പൽ ആക്രമിച്ചത് എന്നാണ്. ഈ ആക്രമിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്തുള്ള മറ്റൊരു കപ്പൽ പോയിട്ട് അകമ്പടിയോട് കൂടിയിട്ട് ഈ മുംബൈ തുറമുഖത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മീഡിയ ഫണ്ട് ചാനലിലൊക്കെ നിരന്തരം ഈ ഹൂത്തികളുടെ വലിയ പ്രകടനം, വലിയ മികവ് എന്ന രീതിയിലാണ് ഈ ചരക്ക് കപ്പലുകളെയൊക്കെ ഈ പിടിച്ചു കൊണ്ടുവരുന്നതിൽ അവരിങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ഈ ഹൂത്തികൾ പോലും വളരെ വലിയ ഭീരുക്കളാണ് എന്നുള്ളതാണ്. നമുക്കൊക്കെ തന്നെ അറിയാം, അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഭാഗമായിട്ട് ചരക്ക് കപ്പലുകളിൽ ഒരു ആയുധമേന്തിയ ഒരു പട്ടാളക്കാരനോ സൈനികരോ ആരും തന്നെ ഉണ്ടാവില്ല. ആയുധങ്ങളും ഈ ചരക്ക് കപ്പലുകളിൽ വെക്കാൻ പാടില്ല എന്നൊരു നിയമം അന്താരാഷ്ട്ര ഈ ഒരു നിയമത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. എന്നിട്ട് യാതൊരു ആയുധങ്ങളും ഇല്ലാത്തത് ഈ ഹൂത്തികൾ പോയിട്ട് പിടിച്ചെടുക്കുന്നതിനെയാണ് വലിയ സംഭവമായിട്ട് കേരളത്തിൽ കുറേ ആളുകളൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുന്നത്. ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഏത് ചരക്ക് കപ്പലുകൾക്കും യാത്ര ചെയ്യാം. ഒരു ഹൂത്തികൾ എന്നല്ല, ലോകത്തുള്ള ഒരു ഭീകര സംഘടനയും നിങ്ങൾ ആരെയും തന്നെ തൊടില്ല. അതിന് സംരക്ഷണം ഒരുക്കാൻ ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ വളരെ പ്രധാനപ്പെട്ട 3 കപ്പലുകൾ നിരന്നങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ മീഡിയ ഫണ്ട് ചാനൽ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഒരുപാട് തീവ്ര ചിന്താഗതിക്കാർ നിരന്തരം പറയുന്ന വലിയ വീരപ്രവർത്തനമൊക്കെ നടത്തുന്ന ഹൂത്തികളാണെങ്കിൽ, ആയുധമേന്തിയ നമ്മുടെ രാജ്യത്തിൻ്റെ നാവികസേന കപ്പലുകളുടെ അടുത്തേക്ക് വരാൻ ഈ ഹൂത്തികൾക്കൊക്കെ ധൈര്യമുണ്ടോ എന്ന് ഒരു ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി വെല്ലുവിളിക്കുകയാണ്. ആയുധമേന്തിയിട്ട് നമ്മുടെ നാവികസേന ഹൂത്തികളല്ല, ഹമാസികളല്ല, ലോകം കണ്ട ഏത് ഭീകര സംഘടന വന്നു കഴിഞ്ഞാലും അവരുടെയൊക്കെ അന്ത്യം കുറിക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരന്നങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഏത് ചരക്ക് കപ്പലുകൾക്കും പോവാമെന്ന് രാജ്യം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹൂത്തികളെങ്ങാനും നമ്മുടെ രാജ്യം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ സമുദ്രത്തിലേക്കെങ്ങാനും വന്നാൽ അവരുടെ അന്ത്യം അന്ന് കുറിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട.